ഏറ്റവും മനോഹരമായ കഥകൾ സമ്മാനിക്കാനുള്ള കഴിവ് സ്പോർട്സിനുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും US ഓൾറൗണ്ടർ ശുഭം രജനയും തമ്മിൽ നിലനിൽക്കുന്ന സ്നേഹബന്ധം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ കഥയുടെ ആരംഭം 1958 ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഒരു ടെസ്റ്റ് മത്സരം കാൺപൂരിൽ നടക്കുകയായിരുന്നു. ഭീതി വിതയ്ക്കുന്ന കുറെ ഫാസ്റ്റ് ബോളർമാർ കരീബിയൻ നിരയിലുണ്ടായിരുന്നു. ഇന്ത്യൻ ടീം സ്പിന്നർമാരെ അമിതമായി ആശ്രയിച്ചിരുന്ന കാലമായിരുന്നു അത്. 21 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു പേസ് ബോളർ ആ ഗെയിമിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. അയാളുടെ പേര് വസന്ത് രജനയായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ഫോമിലായിരുന്ന വസന്തിനെ കുറിച്ച് ഇന്ത്യൻ ടീമിന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ വസന്ത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ കരീബിയൻ പട അയാളെ ക്രൂരമായി ആക്രമിച്ചു. ആ കാലിൽ പലതവണ ഏറുകൊണ്ടു. വേദന കൊണ്ട് പുളഞ്ഞ വസന്തിനെ ടീമംഗങ്ങൾ താങ്ങിയെടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത്. കാൺപൂർ ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ഒരു പന്ത് പോലും എറിയാൻ വസന്തിന് സാധിച്ചില്ലായിരുന്നു. അടുത്ത ടെസ്റ്റിൽ അയാൾ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു. പിന്നീട് ഒരിക്കലും വസന്തിന് തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചില്ലായിരുന്നു. കേവലം 7 ടെസ്റ്റുകൾ കൊണ്ട് ആ ക്രിക്കറ്റ് ജീവിതം എരിഞ്ഞടങ്ങി. വസന്ത് രജനിയുടെ മകനായ സുഭാഷ് രജനെ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിരുന്നു. പക്ഷേ ഇന്ത്യൻ ടീം എന്ന കൊടുമുടി കീഴടക്കാൻ സുഭാഷിനും കഴിഞ്ഞില്ലായിരുന്നു. സുഭാഷിന്റെ മകനാണ് ശുഭം രജനെ. പണ്ട് കരീബിയൻ കരുത്തന്മാരുടെ ഏറുകൊണ്ട് കരിയർ തകർന്നു പോയ വസന്ത് രജനയുടെ കൊച്ചുമകൻ. ശുഭം രജനെ ഏറെക്കാലം മുംബൈ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അക്കാലത്ത് സൂര്യകുമാർ യാദവ് ശുഭത്തിന്റെ ക്യാപ്റ്റനായിരുന്നു. സൂര്യ ശുഭത്തിനെ ദാദ എന്നാണ് സ്നേഹപൂർവ്വം വിളിക്കാറുള്ളത്. ശുഭം രജനിയുടെ സ്വപ്നം ഇന്ത്യൻ ടീമിൽ കളിക്കുക മാത്രമായിരുന്നു. IPL-ൽ തിളങ്ങണമെന്നും അയാൾ മോഹിച്ചിരുന്നു. പക്ഷേ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ശുഭം അമേരിക്കയിലെ ഐക്യനാടുകളിലേക്ക് ജീവിതം പറിച്ചു നട്ടു. പിന്നീട് USA ക്രിക്കറ്റിൽ ശുഭം ഇടം നേടി. T20 ലോകകപ്പിന്റെ മത്സരക്രമം പുറത്തു വന്നപ്പോൾ തൻ്റെ നെഞ്ചിടിപ്പ് കൂടിയെന്ന് ശുഭം ഒരഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യ അമേരിക്ക മാച്ച് നടക്കുന്നത് മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിലായിരുന്നു. ശുഭം രജന കളിച്ചു വളർന്ന പുൽമൈതാനത്തിലേക്ക് മറ്റൊരു രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞ് ഒരു മടങ്ങിപ്പോക്ക്. എതിർപക്ഷത്ത് തൻ്റെ പഴയ കൂട്ടുകാരനായ സൂര്യയുടെ ടീമും. ഏറ്റവും വൈകാരികമായ സന്ദർഭം. വാങ്കഡയിൽ വിജയം കുറിക്കാമെന്ന് ശുഭം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. കാൽമുട്ടിന് പരിക്കേറ്റപ്പോഴും അയാൾ നല്ല രീതിയിൽ ഡെത്ത് ഓവർ എറിഞ്ഞ് പൂർത്തിയാക്കുന്നുണ്ട്. ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴും ശുഭം മുടന്തുന്നുണ്ടായിരുന്നു. എന്നിട്ടും അയാൾ പടുകൂറ്റൻ സിക്സറുകൾ പറത്തിക്കൊണ്ടായിരുന്നു. പക്ഷേ സൂര്യകുമാർ യാദവിന്റെ ബ്രില്യൻസിനെ മറികടക്കാൻ ശുഭത്തിന് സാധിച്ചില്ലായിരുന്നു. ഇരുന്നും കിടന്നും സിക്സറുകൾ പായിച്ച സൂര്യ എന്ന നായകന്റെ ഇന്നിംഗ്സ് കളിച്ചുകൊണ്ട് ഇന്ത്യയെ വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റി. സൂര്യ നിശബ്ദമായി പറയുകയായിരുന്നു, വസന്ത് രജനിയുടെ കൊച്ചുമകൻ ഒരു വിജയവും കാവ്യനീതിയും അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പരാജയത്തിലൂടെ ആ നീതി നടപ്പിലാകരുത്. അതിന് ഞാൻ അനുവദിക്കില്ല. മത്സരശേഷം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സൂര്യ ശുഭം സഖ്യം മനസ്സ് നിറച്ചിരുന്നു. അകാലങ്ങളിലിരുന്ന് വസന്ത് രജനയും ഇപ്പോൾ പുഞ്ചിരിക്കുന്നുണ്ടാവണം. എ 2 പേസ്ഡ് വിക്കറ്റ് അറ്റ് ദ വാങ്കഡ സ്റ്റേഡിയം. USA ആഗ്രഹിക്കുന്നതും ലഭിക്കുന്നതും അതാണ്. അവർ മനോഹരമായി പന്തെറിയുന്നു. കൃത്യത, പേസ് വേരിയേഷൻ, ബാക്കി ജോലി ചെയ്യുന്നത് അല്പം ബൗൺസുള്ള പന്ത് ഹോൾഡ് ചെയ്യുന്നൊരു പിച്ചാണ്. USA ഇന്ന് T20 ക്രിക്കറ്റിലെ ഏറ്റവും അപകടകാരികളായൊരു ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞു. 300 റൺസ് എന്ന സ്വപ്ന നേട്ടം കാത്തിരുന്ന ആരാധകർക്ക് 100 കടന്നു കിട്ടാനായി പ്രാർത്ഥിക്കേണ്ട അവസ്ഥയായിരുന്നു. ഫുൾ ക്രെഡിറ്റ് USA തന്നെയായിരുന്നു. അവർക്ക് വീഴ്ത്താൻ കഴിയാതെയിരുന്നത് ഒരാളെ മാത്രമായിരുന്നു. അതെ, സൂര്യകുമാർ യാദവിനെ. സൂര്യകുമാർ എന്ന അഗ്രസീവ് T20 ബാറ്ററിൽ കഴിഞ്ഞ T20 ലോകകപ്പ് മുതൽ ഉണ്ടായൊരു മാറ്റം സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാനുള്ള അസാധാരണമായ കഴിവായിരുന്നു. തൻ്റെ സ്വാഭാവികമായ ചോദനങ്ങളെ അടക്കി വെക്കുന്നൊരു സൂര്യകുമാർ യാദവിൻ്റെ പതിവ് പോലൊരു ഇന്നിംഗ്സ് നേരെയാകുന്നു. പന്തിനെ ലേറ്റായി കളിക്കുന്നു. ഫാൻസി ഷോട്ടുകൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു. ഇന്ത്യൻ ടീമിലെ മറ്റെല്ലാ ബാറ്റർമാരുടെയും ബൗണ്ടറികൾക്കായുള്ള ശ്രമം ഫീൽഡർമാരുടെ കൈകളിൽ അവസാനിക്കുമ്പോൾ സൂര്യയെ ശ്രദ്ധിക്കുക. ഇത്ര മനോഹരമായി ഫീൽഡിനെ റീഡ് ചെയ്യുന്ന, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന T20 ബാറ്റർ വേറെയില്ല.
അവസാന ഓവറുകളിൽ സൂര്യ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുമ്പോൾ USA ബൗളർമാർക്ക് മറുപടികളില്ലായിരുന്നു. എവിടേക്കെറിഞ്ഞാലും എങ്ങനെ എറിഞ്ഞാലും പന്ത് അതിർത്തി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു. 77 റൺസിന് 6 വിക്കറ്റ് നഷ്ടപ്പെട്ട് പതറിയിരുന്ന ടീമിനെ 161 റൺസിലേക്ക് എത്തിക്കുന്നു. 171 സ്ട്രൈക്ക് റേറ്റും. മാച്ച് സിറ്റുവേഷൻ കണക്കിലെടുക്കുമ്പോൾ T20 ലോകകപ്പുകളിലെ എക്കാലത്തെയും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായിരുന്നു ഈ സൂര്യകുമാർ യാദവിൻ്റേത്.